നമുക്ക് ID കാർഡ് കട്ടിംഗ് മെഷീൻ അത് റിപ്പയർ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ വരുന്നത് ഈ സൈഡിൽ ഉള്ള ജോയിൻ്റ് പൊട്ടിപ്പോകുന്നൊക്കെയാണ് സാധാരണ വരുന്നത്. അപ്പം ഇത് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും സ്വന്തമായിട്ട്. റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. സാധാരണ ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിതിൽ റിപ്പയർ ചെയ്യുന്ന നമ്പർ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഈ ഒരു സംഭവമൊക്കെ ഈസി ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യം ആ ഒരു ഇതിൻ്റെ സ്പ്രിങ് ഇത് പോയതാണ്. സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ ഗാഡി കുടുങ്ങാത്തതുകൊണ്ടാണ്. ഇതിപ്പം സ്ക്രൂ അയച്ചിട്ട് അടിയിലുള്ള പ്ലേറ്റ് അയച്ചെടുത്തിട്ട് അപ്പോൾ അവിടെ ടച്ച് ആവാത്തതെന്ന് കാണാം. ഫ്രണ്ടിലുള്ള ഈ ബ്ലേഡ് ഒക്കെ അയച്ചെടുക്കാം. LK ഉപയോഗിക്കണം അത് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പതിയെ അയച്ചെടുത്തതിന് ശേഷം ഹാൻഡിൽ അയച്ചെടുക്കണം. ഇത് അയച്ചെടുത്തു. ഇതിവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ കുടുങ്ങിയിട്ട് സ്റ്റക്കായി കിടക്കുന്നതാണ്. ലിവർ ഇട്ടതിന് ശേഷം ഇത് ഫുള്ള് ലൂസാണ്. അത് സ്റ്റക്കായി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അയച്ചെടുക്കണം. ഈ ഒരു പോർഷൻ കൂടി അയച്ചെടുക്കണം. ഇതെവിടെയാണ് സ്റ്റക്കായത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഫുള്ള് സൈഡിലുള്ള കാർഡ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റുകളൊക്കെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് അപ്പം ആ സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഇത് പോയി. മൊത്തമായിട്ടുള്ള സ്പ്രിങ് ആദ്യം കുടുങ്ങിയിട്ടില്ലായിരുന്നു. മുൻപത്തെ ആ ഒരു സ്പ്രിങ് ആക്ഷൻ ഇതെല്ലാം വന്നു. ഇനി നേരെ തിരിച്ച് കുടിക്കാൻ മാത്രം മതി. ഇതുപോലെ എല്ലാ മെഷീനും വായിച്ചെടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്ത് നമുക്ക് രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് വർക്ക് ചെയ്യും. ഇതുപോലെ എല്ലാ മെഷീനും റെഡിയാക്കാൻ പറ്റും. ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് വർക്ക് ചെയ്യും. ഇത് ആദ്യത്തെ ഈ പ്ലേറ്റ് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് ഭാഗം നോക്കിയിട്ട് അതിലേക്ക് പുറത്തേക്ക് ജസ്റ്റ് അകത്തേക്ക് കയറ്റി നിർത്തണം. എന്നിട്ട് ഈ സ്ലൈഡെല്ലാം വെച്ചിട്ട്
നമുക്ക് ആദ്യം ചെയ്ത പോലെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തോളൂ. ഈ ID കാർഡ് മെഷീൻ്റെ ബ്ലേഡും ഇതൊക്കെ ആക്സറീസ് വാങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും ബ്ലേഡൊക്കെ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം ID കാർഡ് സെയിൽ ചെയ്യുന്നവരുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. അപ്പം അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ ഈ ജാക്കെല്ലാം ഇതെല്ലാം കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. അപ്പം ഇത് റെഡിയായി. ഇത് ഇത്രയേ പണിയുള്ളൂ. അതുപോലെ തന്നെ ഗ്യാപ്പില്ലാത്തത് പൊട്ടിപ്പോയതൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത് സ്ക്രൂ എല്ലാം ഇട്ടിട്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ സൈഡ് പോയ ID കാർഡിൻ്റെ നമുക്ക് സൈഡ് നേരത്തെ കാണിച്ചതിൻ്റെ അത് ശരിക്ക് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടൂ. അത് ആ സ്പ്രിങ്ങിൻ്റെ ഇത് കൊടുങ്ങുമ്പോൾ കുറേ വർക്ക് ചെയ്യുമ്പം പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ സൈഡ് ഭാഗം വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ സൈഡ് പോയതിൻ്റെയൊക്കെ വെൽഡ് ചെയ്തിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്യണം. സൈഡ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് തന്നെ അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും.